ഇനി കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA പരിശോധന ഫലം അത് ഇന്ന് ലഭിക്കും. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. KV ബൈജു കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ കാസർഗോഡ് ആ കുട്ടിയുടെ നേരെയുണ്ടായ അതിക്രമം, കവർച്ച എല്ലാം നമ്മൾ ആദ്യമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇന്നലെ തന്നെ ആ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം ബൈജു നൽകിയിരുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത കാര്യവും ബൈജു തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പോലീസിന്റെ സൂചനകൾ എന്താണ്? പോലീസ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അയാൾ തന്നെയാണ് എന്നാണോ? ഈ ഫലം കിട്ടാൻ വേണ്ടി, ശാസ്ത്രീയ ഫലം കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ സ്ഥിരീകരണം നൽകാത്തത്? തീർച്ചയായും എൽദോ, ഗുഡ് മോർണിംഗ്. ഈ സംഭവത്തിൽ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളാണ് ഈ സംഭവം ഈ അതിക്രമം നടത്തിയതെന്ന് പോലീസ് കരുതുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല. ഈ കുറ്റം ഇയാൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് DNA പരിശോധനാ ഫലം വളരെ നിർണായകമാകുന്നത്. DNA പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇനി കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യാൻ പറ്റൂ. കാരണം നേരത്തെ ഇയാൾ നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആ സന്ദർഭങ്ങളിലും ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ആ കുറ്റം സമ്മതിക്കാൻ ഇയാൾ വളരെ വൈകിയിരുന്നു. ഇത്തരം ശാസ്ത്രീയ പരിശോധന ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലാണ് അന്ന് കുറ്റം സംബന്ധിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഇപ്പോൾ ബുധനാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഇത് കഴിഞ്ഞ് 3 ദിവസമാകുന്നു. ഇതുവരെ പ്രതിയെ പിടികൂടാനായിട്ടില്ല. കസ്റ്റഡിയിലുള്ള ആളാണെങ്കിൽ, ഇപ്പോൾ സംശയിച്ച കസ്റ്റഡിയിലുള്ള ആളാണെങ്കിൽ 3 ദിവസമായി പോലീസ് കസ്റ്റഡിയിലാണ്. ഇതുവരെ ഇതിൽ ഒരു ഉത്തരമുണ്ടായിട്ടില്ല. ഏതായാലും ഈ പ്രദേശത്ത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്രയും ഹീനമായൊരു പ്രവർത്തി നടന്നിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തത്. ഏതായാലും 25ഓളം സംഘങ്ങൾ, പോലീസ് 25ഓളം പേരിലുള്ള ഒരു അന്വേഷണമായി ഇപ്പോൾ നടത്തുന്നത്. അതിൽ 3 DYSPമാരുണ്ട്. DIG എല്ലാ ദിവസവും നേരിട്ട് കാസർഗോഡ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. രാത്രി ഇത്തരത്തിൽ യോഗം ചേരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നത്. ഏതായാലും ഇതിൽ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് ഈ പരിശോധനാ ഫലം ലഭിക്കേണ്ടത്. ഇന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇന്ന് നിർണായക അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇനി ഇയാളല്ല പ്രതിയെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലാക്കും. കാരണം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളെ ഇതിൽ പോലീസ് കണ്ടെത്താനായിട്ടില്ല. ഇയാളാണ് പ്രതിയെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും മുഖം വ്യക്തമല്ല. കാരണം ഇത് പുലർച്ചെ 2:30ക്കാണ് നടന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്. അത്ര വ്യക്തമായി കാണുന്ന ഒരു CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല പോലീസിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മരങ്ങളും അതുപോലെ തന്നെ ഗേറ്റും ഒക്കെ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ്. അതിൽ ആ ദൃശ്യത്തിൽ ഈ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾക്ക് സാമ്യമുണ്ട്. മാത്രമല്ല പെൺകുട്ടി നൽകിയ മൊഴി പ്രകാരം ഇയാളാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇയാൾക്ക് ബംഗളൂരുവിലേക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി അതിക്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. ആ കേസിൽ ഇയാൾ വാറണ്ട് നിലവിലുണ്ട്. ഒപ്പം മറ്റൊരു അടിപിടി കേസിലും ഇയാൾക്ക് വാറണ്ട് ഉണ്ട്. ഇനി ഇയാളല്ല പ്രതിയെങ്കിൽ ആ വാറണ്ട് കേസുകളിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് പോലീസ് ആലോചിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എൽദോ. ഓക്കെ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് വളരെ സൂക്ഷ്മതയോടുകൂടി ശാസ്ത്രീയമായിട്ടുള്ളൊരു ഫലം വരുന്നത് കാത്തിരിക്കുന്നു. ഒരു ആൾ കസ്റ്റഡിയിലുണ്ട്. അയാൾ പ്രതിയാണ് എന്നാണ് കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും. ഏറെക്കുറെ അയാൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ബൈജു റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്ഷമിക്കണം, അപ്പം ശാസ്ത്രീയ പരിശോധനാ ഫലം വരട്ടെ, അതിനുശേഷം മാത്രം അതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താം. എന്നാലും ഇന്ന് അതുണ്ടാകും എന്നാണ് നൽകുന്ന വിവരം കാസർഗോഡ് നിന്ന് KV ബൈജു.